ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെയർ കെയർ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് ഒരു ഹെയർ കെയർ ചെയ്യാൻ പോകുന്നത്. അത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു റെമഡിയാണ് കേട്ടോ. എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതെന്ന് വെച്ചാൽ മെയിനായിട്ട് മുടി കൊഴിച്ചിൽ. ഇപ്പം നല്ല ഹെയർ ഫാളൊക്കെ ഉള്ളവർക്ക് ഈ ഒരു റെമഡി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 2 വീക്സിനുള്ളിൽ നല്ല അടിപൊളി റിസൾട്ട് കിട്ടും. ഈ ഒരു റെമഡി ആഴ്ചയിൽ 3 തവണയാണ് ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ ഒരു 2 ആഴ്ച, മൊത്തത്തിലൊരു 6 തവണ. അപ്പോൾ 6 തവണ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു വിസിബിൾ റിസൾട്ട് കാണാനായിട്ട് പറ്റും. ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള ഒരു റെമഡിയാണ്. അപ്പോൾ ഇത് മുടി കൊഴിച്ചിൽ മാറ്റിയെടുക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു റെമഡിയാണ്. രണ്ടാമത് ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന സാധനമാണ്. പിന്നെ നമ്മുടെ തലയിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ്, അതായത് ഡാൻഡ്രഫോ ഇച്ചിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ സഹായിക്കും. ഓക്കെ, അതുപോലെ മുടിക്ക് നല്ലൊരു നാച്ചുറൽ ഷൈൻ കൊടുക്കാൻ സഹായിക്കുന്ന ഒരു റെമഡി കൂടെയാണ്. അതുപോലെ തന്നെ മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകാനും സഹായിക്കും. ഇപ്പോൾ ചിലർക്ക് മുടി കണ്ടിട്ടില്ലേ, ഒരു ചെമ്പിച്ച പോലത്തെ ഹെയർ കളർ. അപ്പോൾ അത് മാറ്റിയെടുത്തിട്ട് മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം കൊടുക്കാൻ സഹായിക്കുന്ന ഒരു റെമഡി കൂടെയാണ്. അപ്പോൾ ഈ പറയുന്ന റിസൾട്ട്, അതായത് ഹെയർ ഫോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു 6 ടൈംസ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ചേഞ്ച് കാണാൻ പറ്റും. മുടി നല്ലപോലെ വളരാനും അതുപോലെ തന്നെ മുടിക്ക് ആ ഒരു ബ്ലാക്ക് കളർ കൊടുക്കാനും നല്ലൊരു ഷൈൻ കൊടുക്കാനും ഒക്കെ നിങ്ങളിത് കുറേ കാലം കൂടെ യൂസ് ചെയ്യണം. മൊത്തത്തിലുള്ള നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു റിസൾട്ട് കാണുമെന്നുണ്ടെങ്കിൽ ഒരു 3 മന്ത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് യൂസ് ചെയ്യണം. അപ്പോൾ 3 മന്ത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നല്ല അടിപൊളി റിസൾട്ട് നമ്മുടെ മുടിയിൽ കാണാൻ പറ്റും. മുടിക്ക് നല്ലപോലെ നീളം വയ്ക്കുന്നത് അറിയാൻ പറ്റും, ഉള്ളു വെക്കുന്നത് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു റെമഡിയാണ്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എന്താണ് ഈ റെമഡി എന്നുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ 3 മന്ത് കൊണ്ട് മുടി നല്ലപോലെ വളരാൻ സഹായിക്കുന്ന റെമഡി എന്താ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള 2 മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് റോസ്മെരി ഡ്രൈഡ് ലീവ്സ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മുടി വളരാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണിത്. അപ്പോൾ ഇത് നമ്മുടെ മുടി വളർച്ചയ്ക്കും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ മാറ്റിയെടുക്കാനും അതുപോലെ നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന ഇഷ്യൂസിനെയൊക്കെ മാറ്റിയെടുക്കാൻ, അതായത് ഡാൻഡ്രഫ്, ഇച്ചിങ്, ഫ്ലേക്കി ആയിട്ടുള്ള സ്കാൽപ്പ്, ഇതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ റോസ്മേരി ലീവ്സിൽ ഇതിൽ ആൻറ്റി ബാക്ടീരിയൽ ആൻഡ് ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടി ഉണ്ട്. ഇതുകൊണ്ടാണ് നമ്മുടെ ഈ സ്കാൽപ്പിൽ വരുന്ന ഇത്തരം ഫംഗൽ ഇൻഫെക്ഷനെയൊക്കെ അത് മാറ്റിയെടുക്കാൻ സഹായിക്കുന്നത്. അതുകൊണ്ടാണ്, ഈ പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഇതിൽ നിറയെ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. ഇതിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ മുടി നന്നായിട്ട് വളരാൻ, ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. മുടിക്ക് നല്ലൊരു ഷൈനിങ് കൊടുക്കാനും ഇത് വളരെയധികം നല്ലതാണ്. ഇനി ഈ ഒരു സാധനം നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാം. ഈ സെയിം റോസ്മേരി വെച്ചിട്ട് ഞാൻ കുറച്ച് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ അതിനകത്തൂടെ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ആഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ റോസ്മേരി നിങ്ങൾക്ക് പല രീതിയിൽ യൂസ് ചെയ്യാം. ഒന്ന്, ഞാൻ ആദ്യം കാണിച്ച ഒരു രീതിയിൽ നിങ്ങൾക്ക് വെറുതെ വെള്ളത്തിൽ ബോയിൽ ചെയ്തിട്ട് അങ്ങനെ ഉപയോഗിക്കാം. രണ്ടാമത്, ഇത് എന്തെങ്കിലും ഹെയർ പാക്കുകളിലായിട്ട് ഉപയോഗിക്കാം. മൂന്നാമത്, ഇത് നമുക്ക് ഓയിലായിട്ട് ഉപയോഗിക്കാം. അതായത് നമ്മൾ എണ്ണയൊക്കെ കാച്ചില്ലേ, അതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് ഓയിൽ ഫോമിൽ നമുക്കിത് ഉപയോഗിക്കാം. ഇതെല്ലാം നല്ല റിസൾട്ട് തരുന്ന രീതിയാണ് കേട്ടോ. പിന്നെ നമ്മൾ നമ്മുടെ ഈ റോസ്മേരി ഡ്രൈഡ് ലീവ്സിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പോകുന്നത് ടീ പൗഡറാണ്. നമ്മൾ ചായ ഉണ്ടാക്കുന്ന ചായപ്പൊടി. ഓക്കെ, അപ്പോൾ നമ്മളിത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, 1 കപ്പ് വെള്ളം എടുക്കുക. എന്നിട്ട് ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ റോസ്മേരി ഡ്രൈഡ് ലീവ്സും 1 ടേബിൾ സ്പൂൺ ചായപ്പൊടിയും, ടീ പൗഡർ, ഇത് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതൊരു 3-4 മിനിറ്റ്, മൊത്തത്തിൽ ഒരു 5 മിനിറ്റോളം ഇത് തിളപ്പിക്കുക. തിളപ്പിക്കുമ്പോൾ തീ കൂട്ടി വെച്ചിട്ട് അങ്ങോട്ട് തിളപ്പിക്കരുത്. ലോ ഫ്ലെയിമിൽ വേണം ഇത് തിളപ്പിക്കാനായിട്ട്. തിളച്ച് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. തണുത്തതിന് ശേഷം ഇതൊരു അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കുക. എന്നിട്ട് നമുക്കിത് ഉപയോഗിച്ച് ഡയറക്റ്റ് നമ്മുടെ ഹെയർ വാഷ് ചെയ്യാം. അതായത് നമ്മളിപ്പോൾ ഷാമ്പൂ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വെള്ളം ഇതായിട്ട് നമുക്ക് ഹെയർ ഒന്ന് കഴുകിയെടുക്കാം. അത് പിന്നീട് വെള്ളം ഒഴിച്ച് കഴുകരുത്. അല്ലെങ്കിൽ നമുക്കിതൊരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ട് നമ്മുടെ സ്കാൽപ്പിലും മുടിയിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, നമ്മൾ ഇതിനകത്തേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, വൈറ്റമിൻ ഇ ഓയിൽ. നമ്മുടെ ഈ വിയോണിൻ്റെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള് മെഡിക്കൽ സ്റ്റോറിലൊക്കെ മേടിക്കാൻ കിട്ടും. അത് ഒരെണ്ണം എടുത്തിട്ട് പൊട്ടിച്ച് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള സ്കാൽപ്പിലും മുടിയിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. സ്പ്രേ ബോട്ടിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളിതിങ്ങനെ കുതിർന്ന്
ഒഴുകി ഇറങ്ങുന്ന പോലെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സ്കാൽപ്പിലെല്ലാം എടുത്ത് എത്തുന്ന പോലെ മുടിയിലുമൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതായത് നമ്മളിപ്പം മുടി കഴുകി നമ്മൾ ഒരു ഹാഫ് ഡ്രൈ ആക്കി എടുക്കത്തില്ലേ, എന്നിട്ട് നനവ് കാണും, ആ ഒരു രീതിയിൽ മതി. ഓക്കെ, അങ്ങനെ ഇത് സ്പ്രേ ചെയ്തെടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അഴിച്ചിട്ടേക്ക്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് തനി ഉണങ്ങിക്കോളും. അപ്പോൾ അന്ന് തന്നെ ഹെയർ പിന്നീട് നിങ്ങൾ വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല, നെക്സ്റ്റ് ഡേ വാഷ് ചെയ്താൽ മതി. ഇനി മറ്റൊരു രീതി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞോളാം, ഷാമ്പൂ ചെയ്തതിന് ശേഷം ഇത് ഉപയോഗിച്ചിട്ട് ഹെയർ വാഷ് ചെയ്ത് കളയുക. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം ആ ഒരു രീതിയിൽ ചെയ്യാം. ഇനി നമ്മൾ രണ്ടാമത് ആഡ് ചെയ്ത ടീ പൗഡറില്ലേ, ഇതിൻ്റെ ഗുണങ്ങളെപ്പറ്റി ഞാൻ എടുത്ത് പറയണ്ടല്ലോ. ഇത് നമ്മുടെ മുടിക്ക് നല്ലൊരു നാച്ചുറൽ ബ്ലാക്ക് കളറ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ നല്ല ഷൈനിങ് കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിൽ കഫെയിൻ അടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ നിറയെ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. ഇത് ഹെയർ ഗ്രോത്തിന് വളരെ നല്ലതാണ്. നമ്മളിത് ഹെന്നയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ആഡ് ചെയ്യാറുണ്ട്. ഈ ടീ വാട്ടർ വെച്ചിട്ടല്ലേ അത് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ മുടിക്ക് കറുപ്പ് നിറം കൊടുക്കാൻ നല്ലൊരു സാധനമാണിത്. അതുപോലെ നമ്മുടെ മുടി കൊഴിച്ചിൽ മാറ്റിയെടുക്കാനും മുടിക്ക് നല്ല തിളക്കം നൽകാനും മുടിയെ സോഫ്റ്റ് ആക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ടീ പൗഡർ. വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് ഇതും സെയിം മുടി വളർച്ചയ്ക്കും അതുപോലെ തന്നെ മുടിക്ക് നല്ലൊരു ഹൈഡ്രേഷൻ കൊടുക്കാനും മുടിയൊന്ന് മോയ്സ്ചറൈസ് ചെയ്യാനും അതുപോലെ തന്നെ മുടിയെ സോഫ്റ്റ് ആക്കാനൊക്കെ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് വൈറ്റമിൻ ഇ ഓയിൽ. അപ്പോൾ ഈ 3 അമേസിങ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഈ ഒരു പാക്കിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഈ രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കുക. നല്ല റിസൾട്ടാണ്. റോസ്മേരി പൊതുവെ മുടി വളർച്ചയ്ക്ക് ഭയങ്കരമായിട്ട് സഹായിക്കുന്നൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പം ഇത് ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ കുറേ കാലമായിട്ട് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് റോസ്മേരി. നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണല്ലോ. ഭയങ്കര കട്ടിയുള്ള ഹെയർ പാക്കൊന്നും അല്ലല്ലോ, ഭയങ്കര ഈസിയാണ്. എല്ലാവർക്കും ഉപയോഗിക്കാം, കുട്ടികൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു റെമഡിയാണ്. നമ്മൾ തുടർച്ചയായിട്ടൊരു 3 മന്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ചേഞ്ചാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, റിസൾട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ ഇടാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.